എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. എല്ലാ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും സ്മാർട്ട് സിറ്റിയെ ഞെക്കി അവസാനം ഇപ്പോൾ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് IT മിനിസ്റ്റർ ഞാനായിരുന്നു. അതിൻ്റെ പ്രാരംഭ ചർച്ച മുതൽ എനിക്കറിയാം. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇത് കൊണ്ട് വന്നത്. അക്കാലത്ത് തന്നെയാണ് ഇൻഫോ പാർക്ക് ഉണ്ടാക്കിയത്. ആ ഇൻഫോ പാർക്ക് ടൈം ബൗണ്ടായിട്ട് കേവലം 10 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന ഗവൺമെൻറ്റായിരുന്നു അത്. അപ്പോൾ ഹൈ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സിറ്റി ദുബായിലുള്ളതുപോലെ മലയാളികൾ ധാരാളം വർക്ക് ചെയ്യുന്ന സ്ഥിതിയുള്ളതുകൊണ്ട് അത് ഇങ്ങോട്ട് പറിച്ചു നടാം, മലയാളികൾക്ക് ഇവിടെ തന്നെ, ആ വലിയ മുദ്രാവാക്യവുമായി അത് വന്നത്. പക്ഷെ പിന്നീട് വന്ന ഗവൺമെൻറ് അതിനോടെടുത്ത സമീപനം വളരെ നിരാശാജനകമായിരുന്നു. 2006 ശേഷം അതിനുശേഷം അതിൻ്റെ ദുഷ്കാലം തുടങ്ങി. പിന്നെ അത് മുടന്തി പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പോയി അവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ, ഗവൺമെൻറ് ലെവലിൽ ഞങ്ങൾ ചർച്ച നടത്തി. അതിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ റിവ്യൂ ചെയ്താൽ കിട്ടും. അത് വീണ്ടും ലൈവാക്കി വലിയ ഹോപ്പിൽ പിന്നെ അത് കൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഒരു പിന്നെ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നതല്ലാതെ അതിന് ശേഷം പിന്നെ ഒന്നും നടന്നില്ല. അവസാനം ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണെന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് തോന്നുന്നത്. ഇങ്ങനെ ഇടുന്നതിൽ ഒട്ടും ഗുണമില്ല, പക്ഷേ പരാജയം വേണ്ട പൂർണ്ണമാകുന്നതാണല്ലോ ഇപ്പോൾ അവരെ പിന്നെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ. ഈ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നതെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം വെക്കുന്നത്? കാരണം സർക്കാർ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതല്ല അതിനെപ്പറ്റി അതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. കാരണം അവിടെ ഒരു അർദ്ധ സർക്കാർ അതുപോലുള്ള ഒരു സംവിധാനമാണ് ദുബായിലുള്ളത്. അതുകൊണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് ഈ നഷ്ടപരിഹാരം ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വളരെ വിചിത്രമായൊരു തീരുമാനം. അതുപോലെ തന്നെ എല്ലാ സക്സസീവായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ഒരു അപ്രോച്ച്, അതാണ് കാര്യങ്ങളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആദ്യകാലത്ത് എന്തൊരു എന്തൂസിയാസമായിരുന്നു. ആ എന്തൂസിയാസം ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഫോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, ഇൻഫോസിസ്, വിപ്രോ, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ആ സമയത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റിയും വന്നത്. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്തിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി ഒരു റിയാലിറ്റി ആവുമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അതെ, തുടർ പ്രവർത്തനം ഒന്നും നടക്കാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് പിന്നീട് വന്ന VS ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിനെ തുടർന്നുള്ള സമയത്തും ഒക്കെ അവർ എടുക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിയത്. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിപ്രായം പറയാം. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.